മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മുത്തശ്ശിയും പ്രതാപനും കൂടി മോളോട് പറഞ്ഞു കൊടുക്കണം, മോളെ ഒരു കാര്യം ചെയ്യ്, നിനക്ക് കാണേണ്ടത് അവളുടെ കണ്ണുനീരല്ലേ, അതുകൊണ്ട് നീ കുറച്ചൊക്കെ നിൻ്റെ സ്വഭാവത്തിലൊരു മാറ്റം വരുത്തണം, അഭിനയം നീ നടത്തണം, അതാണ് നീ ചെയ്യേണ്ടത്. നീ ഏതായാലും പോകുന്ന വഴിക്ക് നീ ഒന്ന് അവിടെ പോയിട്ട് ഒന്ന് കാണ്. ഏതായാലും ഇത്ര നേരം കഴിഞ്ഞിട്ട് ചിലപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നിനക്കൊന്ന് കാണാലോ കയ്യോടെ. ചിലപ്പോൾ ആ സാമി അവിടെ പോയിട്ടുണ്ടായിരുന്നു മോളെ, ഭസ്മമൊക്കെ വെച്ചിട്ടും ഉണ്ടായിരുന്നു, ചിലപ്പോൾ എന്തെങ്കിലും നടക്കുമായിരിക്കും എന്നിങ്ങനെ മുത്തശ്ശി പറയണ കേട്ടോ. അത് കേൾക്കുമ്പോൾ കരുണ പറയും, അയ്യോ ഞാനോ അങ്ങോട്ടേക്ക് പോകാനോ, എനിക്കൊന്നും പറ്റില്ല എന്ന് പറയും. മോളെ നിനക്ക് അവളുടെ കണ്ണുനീരല്ലേ കാണേണ്ടത്, നീ പോ എന്ന് പറയണ കേട്ടോ. പിന്നെ മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് കരുണ സമ്മതിക്കുകയാണ് കേട്ടോ. അതേസമയം അവിടെ പോയി കഴിഞ്ഞാൽ ഇനി വല്ല പ്രതാപൻ അതിന് മുമ്പ് ചോദിക്കുന്നുണ്ട്, മോൾക്ക് വല്ല ചൊറിച്ചിലുണ്ടോ ചോദിക്കുക. ഇല്ല എനിക്ക് ചൊറിച്ചിലൊന്നുമില്ല, ഇനി അവിടെ പോയാൽ ചൊറിച്ചിലുണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മുത്തശ്ശി പറയും, നീ ആദ്യം മോഹിനി ഒന്ന് സ്നേഹിക്കുക, അതിനുശേഷം എൻ്റെ മോളൊന്ന് അങ്ങോട്ട് പോ, എന്തായാലും ശരി മഹാലക്ഷ്മിയുടെ കണ്ണീര് നിനക്ക് കാണാൻ പറ്റും എന്ന് പറയണം കേട്ടോ. പിന്നീട് നമ്മുടെ കരുണ അങ്ങനെ പേടിച്ചിട്ട് പോവുകയാണ് കേട്ടോ. പോയിട്ട് ഡോറ് തുറക്കുമ്പോൾ തന്നെ ലേഖയാണ് കാണുക കേട്ടോ. ലേഖ ദേഷ്യത്തോടു കൂടി ചോദിക്കും, എന്താടി നീ വന്നത്, എന്തിനാ നീ വന്നത് എന്ന് ചോദിക്കണം കേട്ടോ. കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട്. കുഞ്ഞോ, ഏത് കുഞ്ഞാടി നിനക്ക് ഇവിടെ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ ചേച്ചിയുടെ കുഞ്ഞാണ് എന്ന്. ചേച്ചിയുടെ കുഞ്ഞോ, അങ്ങനെ നിനക്കൊരു കുഞ്ഞുണ്ടോ, നീ എന്തിനാ വന്നത്, നിന്നോടല്ലേ ഇങ്ങോട്ടേക്ക് വന്നു പോകരുത് എന്ന് പറയുന്നു കേട്ടോ. അതേസമയം അനന്തും അങ്ങോട്ടേക്ക് വരികയാണ്. അനന്തവും വന്നിട്ട് കരുണയെ വഴക്ക് പറയുന്നത്, നിന്നോട് ആരാ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്, ഇവിടേക്ക് വരരുത് എന്നല്ലേ നിന്നോട് പറഞ്ഞത്, പിന്നെ നീ എന്തിനാ വന്നത്, നീ ഇനി ആ കുഞ്ഞിനെയും കൂടി കൊല്ലാൻ വേണ്ടിയിട്ടാണോ നീ വന്നിരിക്കുന്നത്, ഇറങ്ങിപ്പോണം എന്ന് പറഞ്ഞിട്ട് അനന്തവും ഗേറ്റിന് പുറത്തേക്ക് വിരൽ ചൂണ്ടുകയാണ് കേട്ടോ. കരുണ ആ സമയത്ത് അങ്ങനെ കരയുകയാണ് കേട്ടോ. പിന്നീട് മഹാലക്ഷ്മി അവിടേക്ക് വരികയാണ്. എന്താ അവിടെ ഒരു ബഹളം, എന്താണ് എന്ന് ചോദിക്കുമ്പോൾ കരുണ കരഞ്ഞുകൊണ്ട് പറയും, ഞാൻ കുഞ്ഞിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പറയും. അത് കേൾക്കുമ്പോൾ മേഘയും ലേഖയും അതുപോലെ അനന്തവും കൂടി പറയുന്നുണ്ട്, മഹി ഇവള് ഇനി എന്ത് ചെയ്യുന്നുള്ളത് അറിയില്ല, നീ ഒരിക്കലും ഇവളുടെ കണ്ണീര് കണ്ടിട്ട് അലിയരുത് എന്നിങ്ങനെ പറയണം കേട്ടോ. അവൾ നിന്നെ തള്ളിയിട്ടതാണ്, ആ കുഞ്ഞിനെ ഇനി ഇല്ലാതാക്കാൻ ശ്രമിക്കും, നീ ഒരിക്കലും നിൽക്കരുത്. ഇവളുടെ അമ്മ, അതേസമയം കരുണ ഇങ്ങനെ പറയണം, അമ്മ ഇപ്പം മാറിയില്ലേ, അതേപോലെയാണ് ഉണ്ണിയേട്ടൻ ആ കാര്യം ചെയ്തത്, എനിക്കറിയില്ല, എനിക്കൊന്നും പറയാനും പറ്റില്ല, അങ്ങനെ ഭീഷണിപ്പെടുത്തിയ കാരണമാണോ വിഷവാതകം ചേർത്തിയത്, ഞാൻ പറയാതിരുന്നത് എന്നല്ല അങ്ങനെ പറയണം കേട്ടോ. നിൻ്റെ കള്ളക്കണ്ണീരും കൊണ്ട് നീ പോയിക്കോ, നീ വീട്ടിനകത്ത് കീറിപ്പോകരുത് എന്നിങ്ങനെ അനന്തും അതേപോലെ തന്നെ ലേഖയും പറയണം കേട്ടോ. മഹിക്കാണെങ്കിൽ കണ്ണുനീര് കാണുമ്പോഴേക്കും അലിയാണ്, വാ കരുണേ എന്ന് പറഞ്ഞിട്ട് മഹി കൊണ്ടുപോവാണ് കേട്ടോ. പിന്നീട് അനന്തവും ലേഖയും കൂടി ഇങ്ങനെ പറയുന്നുണ്ട്, എത്ര പറഞ്ഞാലും എത്ര കൊണ്ടാലും ഇവർ പഠിക്കില്ല, മനസ്സലിവ് ഇത്തിരി കൂടുതലാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നെ കരുണ കുഞ്ഞിനെ കാണുമ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി കുഞ്ഞിനെ നോക്കുകയാണ് കേട്ടോ. അതിനുശേഷം കരുണ അങ്ങനെ പറയണ, ആ കണ്ണേട്ടനെ പോലെ തന്നെ ഉണ്ട് എന്നിങ്ങനെ പറയണ്. അത് കേട്ടുകൊണ്ടാണ് നമ്മളെ ലേഖ അനന്തം കൂടി പറയും, കണ്ണേട്ടനെ പോലെ അല്ലല്ലോ, മറ്റു പലരെ പോലെയല്ലേ ചായ, എന്നിട്ട് എന്താ നീ കണ്ണനെ പോലെ എന്ന് പറയുന്നത് എന്നിങ്ങനെ ലേഖ പറയുന്നുണ്ടോ. അത് കേൾക്കുമ്പോൾ മഹി ആകെ ഒരു തരം സ്വഭാവം മഹിക്ക് വരികയാണ് കേട്ടോ. സ്വന്തം അനിയത്തിയല്ലേ, അനിയത്തിയെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ദേഷ്യം പോലെ വരികയാണ്. പിന്നീട് കരുണ കുഞ്ഞിനെ എടുക്കാൻ പോകുമ്പോൾ ലേഖ പറയും, തൊട്ടു പോരുത് നീ കുഞ്ഞിനെ, കാരണം നീ ഈ കുഞ്ഞിനെ തൊട്ട് കഴിഞ്ഞാൽ നീ അതിനെ വലിച്ചെറിയില്ല എന്ന് എന്താ ഉറപ്പ് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. മഹി ആകെ കുഞ്ഞിനെ എടുത്തിട്ട് കരുണൻ്റെ അടുത്ത് കൊടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. പക്ഷെ കൊടുക്കാൻ വിടില്ല ലേഖ കേട്ടോ. നിനക്ക് ഓർമ്മയില്ലേ, നിന്നെ ആ സ്റ്റെപ്പിൽ നിന്നാണ് തള്ളിയിട്ടത്, അത് നീ മറന്നോ മഹാലക്ഷ്മി, നീ അത് ചെയ്യരുത് ലക്ഷ്മി, അവളുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കരുത് എന്ന് പറയണ്ടോ. കരുണ പെട്ടെന്ന് തന്നെ അളവെടുക്കണമെന്നാ, ചേച്ചി എനിക്ക് വേണ്ട, ഏതായാലും ഞാൻ വന്നു, കുഞ്ഞിനെ കണ്ടല്ലോ, എനിക്ക് കാണണമെന്നേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് കരുണ അങ്ങനെ കണ്ണീരോട് കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് കേട്ടോ. പിന്നെ തന്നെ മഹാലക്ഷ്മിയും അതുപോലെ ലേഖയും അനന്തം കൂടി വരുമ്പോഴാണ് നമ്മുടെ കണ്ണൻ വരികയാണ് കേട്ടോ. കണ്ണനൊരു ജാനകി എന്ന് പറയുന്നൊരു സ്ത്രീയെയും കൂടി കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. കണ്ണൻ ഇങ്ങനെ കരുണയെ കണ്ടാൽ, നീ എന്തിനാടി ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കും. ഞാൻ കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നതാണ്, നീ വേറെ വല്ല ഉദ്ദേശം കൊണ്ടാണോ നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കണം കേട്ടോ കരുണയോട്. അല്ല എന്ന് പറഞ്ഞിട്ട് കരുണ ഇങ്ങനെ കരയാണ് കേട്ടോ. പിന്നീട് കണ്ണൻ പരിചയപ്പെടുത്തണം, ഇത് കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് എന്നിങ്ങനെ പറയും. അത് പറയുമ്പോൾ ലേഖയുടെ മുഖത്തിന് ഒരു തെളിച്ചുണ്ടായില്ല കേട്ടോ. പെട്ടെന്ന് സങ്കടം വരികയാണ് കേട്ടോ. അതേസമയം അവർ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ കരുണയോട് ലേഖ ചോദിക്കുക, എന്താടി നീ നിൽക്കുന്നത്, പോവാറായില്ലേ എന്ന് ചോദിക്കണ്ട. പിന്നെ കരുണ പോവുകയാണ് കേട്ടോ. മഹാലക്ഷ്മി ആ ജാനകി അമ്മയെ സ്നേഹത്തോട് കൊണ്ട് അകത്ത് കൊണ്ടുപോവുകയാണ് കേട്ടോ. പിന്നീട്
അതേസമയം അനന്തുവിനോട് ഇങ്ങനെ പറയണം കേട്ടോ. അനന്തവും കണ്ണനും കൂടി നിൽക്കുമ്പോൾ എന്താ കണ്ണേട്ടാ, ഞാൻ നോക്കിയത് പോരാഞ്ഞിട്ടാണോ വേറൊരാളെ കൊണ്ടുവന്നത് ചോദിക്കുക. ഒന്നും അല്ലടി, നിനക്കൊരു സഹായിക്കോട്ടെ, നീ നോക്കണതിന് ഒരു കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല, അത് ശീലമായിക്കോളും, അത് വേറെ കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയും. നീ നോക്കിയത് എനിക്ക് ഒരു കുഴപ്പമില്ല, നീ നോക്കിയതിൽ എനിക്ക് സന്തോഷം ഉള്ളൂ എന്നിങ്ങനെ കണ്ണൻ പറയണം കേട്ടോ. ലേഖയ്ക്കൊരു മനസ്സിന് ഒരു സുഖമില്ല എന്തായാലും കേട്ടത്. പിന്നീട് പ്രതാപൻ ആ ഒട്ടുപാലിൻ്റെ അടുത്തും സന്യാസിൻ്റെ അടുത്തും വരികയാണ് കേട്ടോ. നിങ്ങൾ എന്ത് പരിപാടി ചെയ്ത് എന്നിങ്ങനെ ചോദിക്കുക. ഞാൻ ആ കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഭസ്മം വെച്ച് കൊടുത്തത് തന്നെയാണ്, എന്നാൽ നിങ്ങളുടെ നെറ്റിയിൽ ഞാൻ ആ ഭസ്മം വെച്ച് തരട്ടെ, നിങ്ങൾ എന്നിട്ട് അത് ഊതുമോ എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ. അതെന്തായാലും വേണ്ട, ഇനി എന്തായാലും ആ ഭസ്മ പരിപാടിയൊന്നും വേണ്ട, ഇനി പോയിട്ട് എന്തെങ്കിലും വേണ്ട പോലെ തന്നെ നിങ്ങൾ ചെയ്യണം എന്നിങ്ങനെ പറയണം കേട്ടോ പ്രതാപ്. അതേസമയം ആ സന്യാസിനി പോലെയുള്ള ഗുണ്ട പറയേണ്ടത്, ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് സംശയമാവില്ലേ എന്ന് ചോദിക്കും. സംശയം വരാത്ത രീതിയിൽ നീ പോകണം എന്ന് പറയണം കേട്ടോ. പിന്നീട് ആ സന്യാസിനി പോലെ വേഷം കെട്ടിയിട്ട് നമ്മുടെ ലേഖയുടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. ലേഖയായിരിക്കും പുറത്തുണ്ടാകുക. ലേഖയെ കണ്ടതും ആ സന്യാസിനി ഇങ്ങനെ കൈകൂപ്പി തൊഴുകയാണ്. പക്ഷേ ലേഖയ്ക്ക് അറിയുമല്ലോ ഇത് അന്ന് വന്ന സന്യാസിനിയാണെന്ന്. ഇനി ആ സന്യാസിനി എന്ത് ചെയ്യുന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും കുഞ്ഞിനൊന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.